കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ മലയാളമാണ്. അപ്പോൾ ഓൺ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു മോഡൽ പേപ്പറാണ് കേട്ടോ അത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പഠിക്കുക. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വരികൾ തന്നിട്ട് അതിൽ നിന്നും ആൻസർ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് വരികൾ എന്ന് വായിക്കാം. പൂത്ത് നിൽക്കും കാടുകൾ തോറും പാറിപ്പറക്കും ചിന്ന പക്ഷികൾ, മാഞ്ചോട്ടിൽ തണൽ തേടി വന്നു കൂടുണ്ടാക്കാൻ കൊതിക്കും കാറ്റും. അപ്പോൾ ഇതിൽ നിന്നും ഒരു ചോദ്യം, കാടുകളിൽ പാറിപ്പറക്കുന്നത് ആരാണ്? ഇവിടെ ആരാണ്? ചിന്ന പക്ഷികൾ എന്നാണ് കേട്ടോ അതിന് ഉത്തരം. അപ്പോൾ ചിന്ന പക്ഷികൾ എന്നെഴുതാം. ഇനി അടുത്തത്, കാറ്റ് എവിടെയാണ് തണൽ തേടി വന്നത്? ഇതിൻ്റെ ഉത്തരം എന്താണ്? മാഞ്ചോട്ടിൽ. ഇനി അടുത്തത്, കാട് എന്ന വാക്കിന് സമാനമായ മറ്റൊരു പദം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. വനം എന്നാണ് കേട്ടോ. കാട് എന്നതിന് വനം. പൂത്ത് നിൽക്കും, ഇതിനെ പിരിച്ചെഴുതൽ എങ്ങനെ? പൂത്തു പ്ലസ് നിൽക്കും, അങ്ങനെയാണ് എഴുതുക കേട്ടോ. അടുത്തൊരു പ്രവർത്തനം ആശയഗ്രഹണമാണ്. കഥ തന്നിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ആൻസർ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കഥ എന്താണെന്ന് നോക്കാം. ഒരിക്കൽ ഒരു ചെറിയ കുരുവി തൻ്റെ കൂട്ടിൽ നിന്നും താഴേക്ക് വീണു. ചിറകുകൾക്ക് ശക്തിയില്ലാത്തതിനാൽ പറക്കാൻ കഴിഞ്ഞില്ല. വഴിയിലൂടെ വന്ന അപ്പു എന്ന കുട്ടി കുരുവിയെ എടുത്തു. അവൻ അതിന് വെള്ളവും ധാന്യങ്ങളും നൽകി. ദിവസങ്ങൾ കൊണ്ട് കുരുവിക്ക് പറക്കാൻ ശക്തി കിട്ടി. സന്തോഷത്തോടെ അത് ആകാശത്തേക്ക് പറന്നുയരാൻ തുടങ്ങി. ഇതിൽ നിന്നുള്ളൊരു ചോദ്യം, ഇതിൻ്റെ ആൻസർ സിമ്പിളാണ് കേട്ടോ. എന്താ ചോദിക്കുന്നത്? കുരുവിക്ക് എന്തുകൊണ്ടാണ് പറക്കാൻ കഴിയാതിരുന്നത്? എന്തായിരുന്നു? കൂട്ടിൽ നിന്ന് താഴെ വീണ കുരുവിയുടെ ചിറകുകൾക്ക് ശക്തിയില്ലാത്തത് കൊണ്ടാണ് പറക്കാൻ കഴിയാതിരുന്നത്. രണ്ടാമത്തെ ചോദ്യം, അപ്പു കുരുവിയെ എങ്ങനെയാണ് സഹായിച്ചത്? അതിൻ്റെ ഉത്തരം എന്താണ്? അപ്പു കുരുവിയെ എടുത്ത് അതിന് വെള്ളവും ധാന്യങ്ങളും കൊടുത്ത് പരിപാലിച്ചു. ഇനി മൂന്നാമത്തെ ചോദ്യം, ഈ കഥയ്ക്ക് അനുയോജ്യമായ ഒരു തലക്കെട്ട് നൽകുക എന്നാണ്. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് തലക്കെട്ട് നൽകാം? നല്ലവനായ അപ്പു എന്ന് കൊടുക്കുക അല്ലേ, അല്ലെങ്കിൽ കുരുവിയും അപ്പുവും. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തലക്കെട്ട് കൊടുക്കുക കേട്ടോ. ഈ കഥയ്ക്കൊരു പേര് കൊടുക്കാം. ഇനി നാലാമത്തെ, സന്തോഷം. ഇതിൻ്റെ വിപരീത പദം എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, സന്തോഷത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സങ്കടയിക്കാരം. അപ്പോൾ നിങ്ങൾക്ക് സങ്കടം അല്ലെങ്കിൽ ദുഃഖം എന്നെഴുതാം. പ്രവർത്തനം 3, പദസമ്പത്ത്. വാക്യരചന. സ്വന്തം വാക്യത്തിൽ പ്രയോഗിക്കുക എന്നാണ്. സന്തോഷത്തോടെ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയപ്പോൾ ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. ഇതെന്താണ്? ഇത് ഉപകാരമാണ് അല്ലേ. ആപത്തിൽ സഹായിക്കുന്നത് വലിയ ഉപകാരമാണ്. ഇത് സമാനപദം കണ്ടെത്തുക. സുഹൃത്ത് എന്നുള്ളതിൻ്റെ സമാനപദം എന്താണ്? കൂട്ടുകാരൻ എന്നാണ്. അടുത്തത്, മരം എന്നുള്ളതിൻ്റെ സമാനപദം വൃക്ഷം. ഇനി പിരിച്ചെഴുതുക എന്നാണ്. കടൽ തീരം. അതെങ്ങനെ പിരിച്ചെഴുതാം? കടൽ പ്ലസ് തീരം. തേൻ പ്ലസ് തുള്ളി, തേൻ തുള്ളി. അടുത്ത പ്രവർത്തനം, നിങ്ങളുടെ സ്കൂളിൽ ആഘോഷിച്ച ഓണാഘോഷത്തെ കുറിച്ചിട്ടുള്ള വിവരണം എഴുതാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഓരോ കുട്ടികളും നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണ് നടന്നിട്ടുള്ളത് അത് ഇതിൽ എഴുതി വെക്കുക.